ഇന്ത്യയെ തകർക്കുമെന്ന ഭീഷണി തുടരുന്നതിലൂടെ പാകിസ്ഥാൻ സൈനിക മേധാവി ലക്ഷ്യം വെക്കുന്നത് എന്തായിരിക്കും? തുടർച്ചയായി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയും പ്രകോപനവും തുടരുകയാണ് അസിം മുനീർ ചെയ്യുന്നത്. പതിറ്റാണ്ടുകളായി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പ്രകോപനവും ഭീഷണിയുമാണ് അസിം മുനീർ തുടരുന്നത്. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ അത് തകർക്കുമെന്നും ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടും എന്നുമുള്ള അസിം മുനീറിന്റെ പ്രകോപനത്തിന് പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്ന് വളരെ ഗഹനമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ മണ്ണിലെത്തി അസിം മുനീർ ഇന്ത്യ പോലൊരു രാജ്യത്തിനെതിരെ ഇത്തരം ഭീഷണി നടത്തിയത് എന്തിനായിരിക്കുമെന്ന കാര്യം വളരെ വലിയ രീതിയിൽ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. അസിം മുനീറിന്റെ പ്രകോപനം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗൗരവമായി തന്നെ എടുത്തിട്ടുമുണ്ട്. അമേരിക്ക പോലെ ഇന്ത്യയുടെ നല്ല സൗഹൃദ രാഷ്ട്രത്തിലെത്തിയാണ് അസിം മുനീർ ഈ പ്രകോപനവും സ്ഫോടനാത്മകവുമായ പ്രസംഗം നടത്തിയത് എന്നത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഈ പ്രസ്താവനകളെല്ലാം നടത്തി ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ പ്രതികരണമോ ഉണ്ടായിട്ടില്ല. അതേസമയം 2 മാസത്തിനിടെ അസിം മുനീർ അമേരിക്കയിൽ നടത്തിയ 2 സന്ദർശനങ്ങളും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം. കഴിഞ്ഞ മാസം അസിം മുനീർ അമേരിക്കയിലെത്തി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ ദിവസം നടന്ന ഒരു അത്താഴ വിരുന്നിൽ പങ്കെടുക്കവെയായിരുന്നു അസിമിന്റെ പ്രകോപന പ്രസംഗമുണ്ടായത്. ഒപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ എത്തും മുൻപ് തന്നെ വിരുന്നിനെത്തിയിട്ടുള്ള അതിഥികൾ മൊബൈൽ ഫോൺ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൈവശം വെക്കരുത് എന്ന് അസിം വിലക്കുകയും ചെയ്തിരുന്നു. ഈ നീക്കം തന്നെ അത്താഴ വിരുന്നിൽ എന്തോ കാര്യമായി പറയാൻ പോകുന്നുവെന്ന ധ്വനി പടർത്തി. ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഇന്ത്യ ഭീഷണിയായാൽ ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് തകർക്കുമെന്ന പ്രസ്താവന അത്ര ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല എന്നാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. ഒപ്പം അസിം മുനീർ എന്ന പാക് പട്ടാള മേധാവിക്ക് ഡൊണാൾഡ് ട്രംപുമായും അമേരിക്കയുമായുള്ള സൗഹാർദ്ദവും എടുത്തു കാണണം. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും കൂടെ കൊണ്ടുപോകുമെന്ന് കൂടി അസിം ഭീഷണി മുഴക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ആണവ രാഷ്ട്രമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി അസിം നടത്തുകയാണ്. സിന്ധു നദിയിൽ അണക്കെട്ട് പണിത് സിന്ധു നദീജല കരാർ റദ്ദാക്കാനാണ് തീരുമാനമെങ്കിൽ ഖേദിക്കേണ്ടി വരുമെന്ന് അസിം മുനീർ മുന്നറിയിപ്പ് നൽകുന്നു. അണക്കെട്ട് നിർമ്മാണം പൂർത്തിയായാൽ അപ്പോൾ തന്നെ മിസൈൽ അയച്ച് തകർക്കുമെന്ന ഭീഷണിയും തങ്ങൾക്ക് മിസൈലുകൾക്ക് ക്ഷാമമില്ല എന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാകുന്നതോടെ പട്ടാള മേധാവിയുടെ ഭീഷണി നിസ്സാരമല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. ഇന്ത്യ അടുത്തിടെ പാകിസ്ഥാനെ കുറിച്ച് നടത്തിയ പരാമർശങ്ങളും പാകിസ്ഥാനിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പട്ടാള മേധാവിയുടെ ഈ പ്രസ്താവനയോട് ചേർത്ത് വായിക്കണം. 5 പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യ തകർത്ത് കളഞ്ഞു എന്ന് അടുത്തിടെ ഇന്ത്യൻ സൈനിക മേധാവി പറഞ്ഞിരുന്നു. പാകിസ്ഥാന്റെ പല സൈനിക വിമാനത്താവളങ്ങൾ തകർത്തു, അവരുടെ മിസൈൽ സംവിധാനവും തകർത്തു. 4 ദിവസം കൊണ്ട് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള കാര്യങ്ങളിൽ പാകിസ്ഥാനുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നത് പാകിസ്ഥാന് നാണക്കേടുണ്ടാക്കിയെന്നും അതാകാം പ്രകോപനത്തിന് കാരണമെന്നും വേണം കരുതാൻ. ഒപ്പം പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിയെ ഇന്ത്യ പുച്ഛിച്ച് തള്ളിയിട്ടുമുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനായ അംബാനിയുടെ റിലയൻസ് റിഫൈനറി തകർക്കും എന്നതടക്കമുള്ള ഭീഷണി ചെറുതായി കാണാനാകില്ല. അസിമിന്റെ പ്രകോപനം ഒരു വിടുവായുത്തമായി തള്ളിക്കളയാനുമാകില്ല. അസിമിന്റെ ഈ വെല്ലുവിളികൾക്കും പ്രകോപനങ്ങൾക്കും പിന്നിൽ ഒന്നിലധികം ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ കരുതണം. അതിന് അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മൗനാനുവാദം നൽകുന്നുമുണ്ടോ? അസിമിന്റെ പ്രകോപന പ്രസ്താവന വന്ന സന്ദർഭം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. 2 മാസത്തിനിടെ അമേരിക്കയിലേക്ക് 2 തവണയാണ് അസിം മുനീർ സന്ദർശനം നടത്തിയത്. ഒരു പട്ടാള മേധാവിക്കും ലഭിക്കാത്ത തരത്തിലുള്ള പരിഗണനയും അംഗീകാരവും അസിമിന് അവിടെ ഡൊണാൾഡ് ട്രംപിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. ഇക്കാലയളവിനിടയിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള സൗഹൃദത്തിൽ നേരിയ ഉലച്ചിൽ തട്ടിയിരുന്നു. അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക താരിഫിനെ ചൊല്ലിയുണ്ടായ അഭിപ്രായ ഭിന്നതയാണ് ബന്ധമുലയാൻ കാരണം. ഈ ഭിന്നത മുതലെടുത്ത് അമേരിക്കയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യക്ക് മേൽ ആക്രമണം നടത്താനുള്ള പദ്ധതി അസിം ആസൂത്രണം ചെയ്യുന്നുണ്ടോ എന്ന കാര്യം കൂടി ഇത്തരത്തിൽ ആലോചിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ സാഹചര്യം ഈ ഒരു നിഗമനത്തിലേക്ക് നമ്മളെ എത്തിക്കും. പാകിസ്ഥാനിൽ ജനാധിപത്യമില്ലാതായി. സൈന്യവും ഭീകര സംഘടനകളും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് പാകിസ്ഥാനിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് പാകിസ്ഥാനിലുള്ളത്. അതും അസിം മുനീറിന്റെ ഈ പരാമർശവുമായി കൂട്ടിക്കെട്ടി വായിക്കണം. 1999 അന്നത്തെ പാക് സൈനിക മേധാവി പർവേസ് മുഷറഫ് നടത്തിയ നീക്കത്തിന് സമാനമായ നീക്കമാണ് അസിം ഇപ്പോൾ നടത്തുന്നത്. അതായത് അസിമിന്റെ ലക്ഷ്യം അധികാരം പിടിക്കുക എന്നത് തന്നെയാണ്. പാകിസ്ഥാനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ട്
അവിടെ ഇപ്പോൾ തന്നെ തകർന്നിരിക്കുന്ന ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്ത് മേൽക്കോയ്മ സ്ഥാപിക്കുക എന്നതായിരിക്കാം അസിമിന്റെ പ്രധാന നോട്ടം. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്ക് മറുപടി നൽകാൻ സൈന്യത്തിന് മാത്രമേ സാധിക്കൂ എന്ന ചിന്തയും പാകിസ്ഥാനിലുണ്ട്. 2016 ആദ്യം ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ അധികാരത്തിലെത്തിയപ്പോൾ നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അന്ന് ട്രംപ് പാകിസ്ഥാനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ഈ അടുപ്പം ഇന്ത്യക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്നായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ അനുയായികളും ഇന്ത്യയിൽ പാടി നടന്നിരുന്നത്. എന്നാൽ രണ്ടാം ട്രംപ് ഭരണത്തിൽ ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. അധിക ഇറക്കുമതി തീരുവ ചുമത്തുക വഴി ഇന്ത്യയും അമേരിക്കയും ചെറിയ വഴക്കുകൾ ഉടലെടുത്തു. ഈ പിണക്കം മുതലെടുക്കാനാകുമോ എന്നാണ് അസിം മുനീർ കരുതുന്നത്. ഇവയെല്ലാം അസിം മുനീറിന്റെ ഭീഷണിയും പ്രകോപനവുമായി കൂട്ടിച്ചേർത്ത് വായിക്കണം. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നേക്കും.